+2 ഫിസിക്സിൻ്റെ ഫോക്കസ് ഏരിയാസിന് ഊന്നൽ നൽകിക്കൊണ്ട് 10 വീഡിയോസ് കൊണ്ട് +2 ഫിസിക്സ് പൂർണ്ണമായും തീർക്കുന്ന ഒരു വീഡിയോ സീരീസാണ് ഇത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് നന്നായി പഠിക്കുക. എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണാതെ പഠിക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിന് 100% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി. ബാക്കിയുള്ള വീഡിയോസും കാണണം. ബിലീവ് മീ, യു വിൽ ഗെറ്റ് A+ ആൻഡ് ഫുൾ സ്കോർ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നോക്കുക. നിങ്ങളൊരു കണ്ടക്റ്റിംഗ് ആയ വയറിനെ, ഇതാണ് ആ വയർ, ആ വയറിനെ ഒരു സെല്ലിനോട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഉദാഹരണത്തിന് ഒരു V = 5 വോൾട്ടുള്ള സെല്ലാണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ വയറിൻ്റെ ഈ ഭാഗം 0 വോൾട്ടിലും ഈ ഭാഗം 5 വോൾട്ടിലും ആയിരിക്കും. അതായത് ഇവിടെ E = V/L, ഇതാണ് L എന്നിരിക്കട്ടെ ഇതിൻ്റെ നീളം. ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ആ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയുള്ള ഫ്രീ ഇലക്ട്രോണുകളെ, ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ വിത്ത് വെരി ലാർജ് വെലോസിറ്റീസ് കോൾഡ് തെർമൽ വെലോസിറ്റീസ്. ആ ഇലക്ട്രോണുകളെ ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയുക. ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. ദേ ഡോണ്ട് സ്റ്റോപ്പ് ദെയർ തെർമൽ മോഷൻ ഓൾ ടുഗദർ. അനദർ മോഷൻ ഈസ് സൂപ്പർ പോസ്റ്റ് ഓൺ ദം. അങ്ങനെ ആ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് കടന്നൊഴുകാൻ തുടങ്ങും. അപ്പോൾ അങ്ങോട്ട് ഒരു കറണ്ട് ഉണ്ടായി എന്നാണ് നമ്മൾ പറയുക. ആ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ അളവ് ഒഴുകുന്ന ചാർജുമായിട്ട് ഈ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ കാര്യമല്ല. നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അനുസരിച്ച് ഈ കറണ്ടിൽ എന്ത് വ്യത്യാസമുണ്ടാകുന്നു എന്നാണ്. നിങ്ങൾ കറണ്ട് കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് കൂടുകയും കറണ്ടിൻ്റെ അളവ് കൂടുകയും ചെയ്യും. സോ വി സേ I ഈസ് പ്രപ്പോർഷണൽ ടു ദി അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. അതെന്താണെന്നറിയോ? ഇവിടെയുള്ള ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുകയാണെങ്കിൽ ഇലക്ട്രോണുകളുടെ മോഷനിൽ വ്യത്യാസമുണ്ടാകുകയും ഉണ്ടാകുന്ന കൊളീഷൻസിലെല്ലാം വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു പ്രത്യേക കറണ്ട് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടിയാൽ കറണ്ട് കുറയുന്നതായിട്ടാണ് നമ്മൾ സാധാരണ കാണുന്നത്. അതുകൊണ്ട് ഈ കണ്ടീഷൻ ശരിയാവുന്നത് നമ്മൾ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതും, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന്. ഈ ആശയത്തെ നമ്മൾ ഓംസ് ലോ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്നത് V പ്രപ്പോർഷണൽ ടു I എന്നും നിങ്ങൾക്ക് എഴുതാം. സോ ഇറ്റ് ഈസ് V = RI. ഇതാണ് ഓംസ് ലോ ഇക്വേഷൻ. റിമെമ്പർ, ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി അറ്റ് സം പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ഓരോ ടെമ്പറേച്ചറിലും ഈ ഇക്വേഷൻ ശരിയായിരിക്കും, വ്യത്യസ്ത കറണ്ടോടുകൂടി. ഇവിടെ കാണുന്ന റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു കാര്യമാണ്. ആ റെസിസ്റ്റൻസ് ഈ വയറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ ആ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. വയറിൻ്റെ റെസിസ്റ്റൻസ് 4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്നറിയാം? ഒന്നാമത്തേത് R ഈസ് പ്രപ്പോർഷണൽ ടു L എന്ന് വെച്ചാൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് വയറിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. രണ്ടാമത്തേത് R പ്രപ്പോർഷണൽ ടു 1/A എന്ന് വെച്ചാൽ ഏരിയ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറവായിരിക്കും. മൂന്നാമത്തെ കാര്യം R ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. നാലാമത്തെ കാര്യം R ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. അപ്പോൾ റെസിസ്റ്റൻസ് ഈ 4 കാര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. അതിനൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക: R പ്രപ്പോർഷണൽ ടു L/A. സോ R ഈസ് ഈക്വൽ ടു ρL/A. ഈ വരുന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുക. ഇത് പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, നിങ്ങൾ പഠിക്കണം. ഇനി നിങ്ങൾ റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക: റെസിസ്റ്റിവിറ്റി ρ ഈസ് ഈക്വൽ ടു m/N(E²τ). ഇത് ഓരോന്ന് എന്താണെന്ന് ഞാൻ പറയാം. M എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ മാസ്സാണ്.
N എന്ന് പറയുന്നത് ആ വയറിലുള്ള ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. ഉദാഹരണത്തിന് കോപ്പർ ആണെങ്കിൽ 1 മീറ്റർ ക്യൂബിൽ കോപ്പറിന് 10⁻29 ഇലക്ട്രോൺസ് ഉണ്ട്. ആ കാര്യമാണ് N, ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി. ഈ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമാണ്. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ കോപ്പറിലൂടെ ഒഴുകുന്ന സമയത്ത് മറ്റ് ഇലക്ട്രോണുകളുമായിട്ട് കൂട്ടിയിടിക്കും. ആ 2 കൂട്ടിയിടിക്കലുകൾക്കിടയിലുള്ള ടൈം ഇൻ്റർവെലിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. സോ റിലാക്സേഷൻ ടൈം ഈസ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന ഈ കോൺസ്റ്റൻറ്റ് ഇങ്ങനെയാണ് എഴുതുക. ഈ റെസിസ്റ്റിവിറ്റി എന്തെല്ലാം കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്പർ ഡെൻസിറ്റിയെയും റിലാക്സേഷൻ ടൈമിനെയും ആശ്രയിച്ചിരിക്കുന്നു. നമ്പർ ഡെൻസിറ്റി മെറ്റീരിയൽ ടു മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുന്നതാണ്. റിലാക്സേഷൻ ടൈം ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നതാണ്. അതായത് റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ ടു മെറ്റീരിയൽ ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ റെസിസ്റ്റൻസോ ഒരു വയർ പ്രോപ്പർട്ടിയാണ്. ഒരു വയർ എടുത്ത് 2ആയി മുറിച്ചാൽ റെസിസ്റ്റൻസ് മാറും, പക്ഷേ റെസിസ്റ്റിവിറ്റി മാറില്ല. ഇനി കണ്ടക്ടേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ധാരാളം കൊളീഷൻസും ഉണ്ടാവും. കൊളീഷൻസിൻ്റെ എണ്ണം കൂടിയാൽ റിലാക്സേഷൻ ടൈം കുറയും. റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടും. റെസിസ്റ്റിവിറ്റി കൂടിയാൽ റെസിസ്റ്റൻസും കൂടും. ഇത് സാധാരണഗതിയിൽ കണ്ടക്ടേഴ്സിൽ ഇങ്ങനെയാണ്. എന്നാൽ സെമി കണ്ടക്ടേഴ്സിൽ ഇങ്ങനെയല്ല. ഈ ഇക്വേഷൻ അല്ല നമ്മൾ സെമി കണ്ടക്ടേഴ്സിൽ ഉപയോഗിക്കുക. സെമി കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഇലക്ട്രോണുകൾ കോവലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തു വരികയും കൂടുതൽ ഇലക്ട്രോണുകൾ കണ്ടക്ഷന് സഹായിക്കുകയും അങ്ങനെ റെസിസ്റ്റിവിറ്റി കുറയുകയുമാണ് ചെയ്യുന്നത്. ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നന്നാവും. ഒരു ഉദാഹരണത്തിന് ഈ നീളമുള്ള വയറിന് ഇതിന് R എന്ന റെസിസ്റ്റൻസ് ഉണ്ടെന്നിരിക്കട്ടെ. അതിൻ്റെ റേഡിയസ് സ്മോൾ r ആണ്. ഇതിൻ്റെ പകുതി നീളം മാത്രമുള്ള ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് അപ്പോൾ എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും ലെങ്ത് പകുതി ആയതുകൊണ്ട് R/2 ആയിരിക്കും. ഇനി ഇതേ നീളമുള്ള ഒരു വയർ, പക്ഷേ അതിൻ്റെ റേഡിയസ് 2r ആണെന്നിരിക്കട്ടെ. റേഡിയസ് 2r ആണെങ്കിൽ ഏരിയ, അതായത് റേഡിയസ് ഇരട്ടി ഉണ്ടെങ്കിൽ ഏരിയ 4 ഇരട്ടി ഉണ്ടാവും. ഏരിയ 4 ഇരട്ടി ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇതിൻ്റെ 4/1 ഉണ്ടാവുകയുള്ളൂ. ശ്രദ്ധിച്ച് പഠിക്കണേ. ഇനി ഇതിൻ്റെ അതേ നീളമാണ് എടുത്തു എന്നിരിക്കട്ടെ, അതായത് ഇതിൻ്റെ പകുതി എടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പകുതി റെസിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ, R/8. ഇത്തരം ചോദ്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി ഇങ്ങനെ ഒരു വയറിലൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഈ കൊളീഷൻസ് ഉണ്ട്, ഇലക്ട്രോണുകൾ തമ്മിലുള്ള കൊളീഷൻസ് ഉണ്ട്. ഈ കൊളീഷൻസ് ഉള്ളത് കൊണ്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഇലക്ട്രോണുകൾ എത്തണമെങ്കിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകണം ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഇലക്ട്രോണുകൾ അങ്ങോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചെയ്യുന്ന വർക്ക് അതിൽ ഹീറ്റ് എനർജി ആയിട്ട് അപ്പിയർ ചെയ്യും. ആ കാര്യമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ ആ കണക്ഷൻ വരയ്ക്കുകയാണ്. ഇത് നമ്മളുടെ വയറ്, അതിനെ നമ്മൾ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഒരു ബാറ്ററിയോട്. നമ്മൾ കാണിക്കുന്നത് ഈ വയറിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കാണിക്കുക. അതായത് ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇങ്ങനെയായിരിക്കും വരയ്ക്കുക. ഈ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി R എന്ന് കൊടുക്കുന്നു, ഇവിടെ V എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇതിലെ കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോസിറ്റീവിൽ നിന്ന് പോകുന്നതായിട്ട് കറണ്ട് ഉണ്ടാകും. കറണ്ടിൻ്റെ ഡയറക്ഷൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ I എന്ന കറണ്ട് ഉണ്ടാകുമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇങ്ങോട്ടാണ്, ആ കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ സംഭവിക്കുന്നത് ഇവിടെ 0 വോൾട്ടാണ്, ഇവിടെ V എന്ന വോൾട്ടുണ്ട്. അതായത് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ V എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ Q എന്ന ചാർജ് കടന്നു പോകുമ്പോൾ ചെയ്യേണ്ട വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് W = VQ എന്നാണ്. ഓർക്കുന്നില്ലേ? ഈ വർക്ക് ആ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ്. എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്? ധാരാളം കൊളീഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇലക്ട്രോണിനെ പുഷ് ചെയ്ത് ഇങ്ങേതലേക്ക് എത്തിക്കണമെങ്കിൽ ഇത്രയും വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ വർക്ക് ആ കണ്ടക്ടർ ചൂടാകാനായിട്ട് കാരണമാകും. അപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയുടെ അളവാണ് ഇത്. ഈ ആശയത്തെ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്
എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. Q എന്ന് പറഞ്ഞാൽ IT ആയിരുന്നു. അപ്പോൾ ഹീറ്റ് എനർജിയുടെ അളവ് VIT എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് VA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് I²R × T എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് IA ആണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ V²/R എന്ന് കിട്ടും. ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? V = RI എന്ന ഇക്വേഷനാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ T ഉണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയുടെ അളവ് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഹീറ്റ് എനർജിയുടെ അളവ് പൊട്ടൻഷ്യൽ അനുസരിച്ച് മാറും, കറണ്ടിനനുസരിച്ച് മാറും, റെസിസ്റ്റൻസിനനുസരിച്ച് മാറും. എത്ര സമയമുണ്ടോ അതിനനുസരിച്ച് കൂടുതലുമായിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഏജൻസി എന്താണോ ആ ഏജൻസി വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നതെന്നാണ് നമ്മളുടെ സങ്കല്പം. ഈ സെല്ലിൻ്റെ എനർജി തീർന്നു പോകും, ഇവിടെ ഹീറ്റ് എനർജി ഉണ്ടാകും. ഈ കാര്യം കുറച്ചുകൂടെ നന്നായി നമുക്ക് മനസ്സിലാകും വൈദ്യുത ഉപകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ. ഉദാഹരണം ബൾബ് നമ്മളിങ്ങനെ കണക്ഷൻ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ബൾബ് തെളിയും. എങ്ങനെയാണ് ബൾബ് തെളിയുന്നത്? അതിൻ്റെ ഫിലമെൻറ്റിലുണ്ടാകുന്ന ഹീറ്റ് എനർജി കൊണ്ട് അത് ചൂടായി നന്നായി തെളിഞ്ഞു നിൽക്കുന്നതാണ്. ഓക്സിജൻ ഇല്ലാത്ത ബൾബുകളായതുകൊണ്ടാണ് ഫിലമെൻറ്റ് ബൾബുകളെക്കുറിച്ച് ഞാൻ പറയാം. അത് കത്തിപ്പോകാതെ അങ്ങനെ നിൽക്കുകയാണ്, അങ്ങനെ തെളിഞ്ഞു നിൽക്കും. എത്ര ഇലക്ട്രിക്കൽ എനർജിയെ ഒരു സെക്കൻഡിൽ, ടൈം 1 സെക്കൻഡ് ആക്കുക, എത്ര ഇലക്ട്രിക്കൽ എനർജിയെ 1 സെക്കൻഡിൽ ആ ഉപകരണം കൺസ്യൂം ചെയ്യുന്നുണ്ടോ ആ കാര്യത്തെ നമ്മൾ ആ ഉപകരണത്തിൻ്റെ പവർ എന്നാണ് വിളിക്കുക. ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഇറ്റ്സ് പവർ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? പവർ P = T 1 സെക്കൻഡ് എന്ന് കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ. സോ ഐ ആം റൈറ്റിംഗ് ദാറ്റ് ഫസ്റ്റ് I²R = VI = V²/R എന്നീ 3 ഇക്വേഷന് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കേ. ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. ഒരു 40 വാട്ട് ബൾബ്, ഒരു 60 വാട്ട് ബൾബ്, ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം 40 വാട്ടും 60 വാട്ടും വീട്ടിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ, വീട്ടിലെ വോൾട്ടേജ് എത്രയാണ്? വീട്ടിൽ എല്ലാ വീടുകളിലും KSEB കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ട് AC ആണ്. AC-നെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്നാലും എല്ലാ ബൾബുകളും ഒരു നിശ്ചിത വോൾട്ടേജിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 40 വാട്ടിൻ്റെ ബൾബ് എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുക 230 വോൾട്ട് 40 വാട്ട്സ് എന്നായിരിക്കും. ഇത് 230 വോൾട്ട് 60 വാട്ട്സ് എന്നായിരിക്കും. അപ്പോൾ ഇതിലേതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ കുറവ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. 2 ബൾബിനും ഒരേപോലെയുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ P = V²/R എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കമ്പാരിസൺ നടത്തുക. അപ്പോൾ പവർ കൂടണമെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കണം. അതായത് 60 വാട്ട് ബൾബിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ് 40 വാട്ടിൻ്റെ ബൾബിനേക്കാൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ആശയം പൊതുവെ എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസിനും ആപ്ലിക്കബിളും ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് എന്ന കാര്യത്തെക്കുറിച്ച് പഠിച്ചു. ആ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക്കൽ എനർജിയുടെ ഫ്ലോയ്ക്കുള്ള ഒരു തടസ്സമാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയുടെ ഫ്ലോയെ തടസ്സപ്പെടുത്തേണ്ടതായി തന്നെ വരും. അത്തരം സമയങ്ങളിൽ നമുക്ക് റെസിസ്റ്റേഴ്സ് ആവശ്യമുണ്ട്. നമുക്ക് കടയിൽ നിന്ന് കാർബൺ റെസിസ്റ്റേഴ്സ് വാങ്ങാനായിട്ട് പറ്റും. നിങ്ങൾ കടയിൽ പോയി കാർബൺ റെസിസ്റ്റേഴ്സ് വാങ്ങുകയാണെങ്കിൽ ചെറിയൊരു കാര്യമാണ്, ഞാൻ റെസിസ്റ്ററിൻ്റെ പടം കാണിക്കുന്നുണ്ട്, നിങ്ങളത് നോക്കുക. അപ്പോൾ അതിനകത്ത് ചില കളേർഡ് ബാൻഡുകൾ കാണാം. എത്ര ഓമിൻ്റെ റെസിസ്റ്റൻസ് ആണ് അത്? ഓമാണ് അതിൻ്റെ യൂണിറ്റ്, നിങ്ങൾ ഓർക്കുന്നില്ലേ? എത്ര ഓമിൻ്റെ റെസിസ്റ്റൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ കളർ കോഡ് നോക്കിയാണ്. ആ കളർ കോഡാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യം. ഒരു റെസിസ്റ്റൻസിലെ കളർ കോഡ് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ കാർബൺ റെസിസ്റ്റേഴ്സ് ഉണ്ടാവുക. 4 കളറാണ് സാധാരണഗതിയിലൊരു കാർബൺ റെസിസ്റ്ററിൽ ഉണ്ടാവുക. ഒന്നാമത്തെ കളർ ഒന്നാമത്തെ ഡിജിറ്റിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ കളർ രണ്ടാമത്തെ ഡിജിറ്റിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ കളർ 10 ഇവിടെ എന്താണ് വരേണ്ടതെന്നാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ കളർ ടോളറൻസിനെ സൂചിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടെമ്പറേച്ചർ അനുസരിച്ച് റെസിസ്റ്റൻസ് മാറുമെന്ന്. എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടാകുമെന്നാണ് ടോളറൻസ് സൂചിപ്പിക്കുക. ഇനി ഓരോ കളറുകൾക്കും ഓരോ സംഖ്യയുമായി ബന്ധമുണ്ട്. ആ കാര്യം ഞാൻ കാണിക്കുന്നത് കാണുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ബ്ലാക്ക് 0, ബ്രൗൺ 1, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4,
ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാതെ പഠിക്കാം. അല്ല അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം ചേർത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ശ്രദ്ധിക്കണേ. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഈസ് എ വെരി ഗുഡ് വുമൺ. അങ്ങനെ നിങ്ങളത് ഓർത്തിരിക്കുക. എന്താണെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ സൈഡിൽ കാണിക്കുന്ന റെസിസ്റ്ററിൻ്റെ ചിത്രം നോക്കുക. അതിന് ഒന്നാമത്തെ കളർ ഏതാണ്? ഒന്നാമത്തെ കളറ് ബ്രൗൺ ആണ്. ബ്രൗൺ സ്റ്റാൻഡ്സ് ഫോർ, ഇത് ഒന്നാമത്തെ കളർ ബ്രൗൺ സ്റ്റാൻഡ്സ് ഫോർ 1 അല്ലേ? രണ്ടാമത്തെ കളർ ഏതാണ്? ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഏത് സംഖ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്? 0യ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻറ്റു 10⁻. ഇനി മൂന്നാമത്തെ കളർ ഏത് സംഖ്യയാണോ സൂചിപ്പിക്കുന്നത് ആ സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടത്. ഏത് കളറാണ് അവിടെ ഉള്ളത്? ഓറഞ്ച് കളറാണ്. അത് ഏത് സംഖ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്? 3ന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് 3 പ്ലസ് ഓർ മൈനസ്. ഇനി ടോളറൻസ്, ഇങ്ങനെയാണ് നമ്മൾ ടോളറൻസ് എഴുതുക. കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഗോൾഡ് ആണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ഗോൾഡ് വന്നാൽ 5% എന്നാണ് അർത്ഥം. 5%. സിൽവർ ആണെങ്കിൽ 10%. നോ കളർ ആണെങ്കിൽ, അതായത് ഇവിടെ 3 കളർ മാത്രമേ ഉള്ളെങ്കിൽ നാലാമത്തെ കളർ ഇല്ല, അപ്പോൾ അത് 20% എന്നാണ് അർത്ഥം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്നില്ല, നമ്മുടെ ക്ലാസ് ടേബിളിലുണ്ട്, അത് പരീക്ഷയ്ക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. ഇനി നമ്മൾ കടയിൽ പോയിട്ട് റെസിസ്റ്റേഴ്സ് ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് എല്ലാ റെസിസ്റ്റേഴ്സും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്നറിയാം? സാധാരണ നമുക്കുള്ള റെസിസ്റ്റേഴ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് 2 തരത്തിൽ കമ്പൈൻ ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു റെസിസ്റ്റർ, ഇത് അടുത്ത റെസിസ്റ്റർ, ഒരു റെസിസ്റ്ററിൽ നിന്ന് നേരെ അടുത്ത റെസിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ആകാം. ഇത് ഒരു റെസിസ്റ്റർ, ഇത് രണ്ടാമത്തെ റെസിസ്റ്റർ, എന്നിട്ട് ഇവ തമ്മിൽ യോജിപ്പിക്കുന്നു. ഇത് രണ്ടും വ്യത്യാസമുണ്ടല്ലേ? എന്നിട്ട് ഈ റെസിസ്റ്റേഴ്സിന് നിങ്ങൾക്ക് ഇങ്ങനെ സെല്ലിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ ഒന്നിച്ചായിരിക്കും നമ്മൾ സെല്ലിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് ഒരു റെസിസ്റ്റർ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഈ കോമ്പിനേഷൻ ഒരു റെസിസ്റ്റർ പോലെ ആക്ട് ചെയ്യും. ഈ രീതിയിലാണ് നിങ്ങൾ കണക്ഷൻ കൊടുക്കുന്നത് എങ്കിൽ നമ്മളിതിനെ സീരീസ് കോമ്പിനേഷൻ എന്നാണ് വിളിക്കുക. ഈ രീതിയിലാണ് കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ നമ്മളതിനെ പാരലൽ കോമ്പിനേഷൻ എന്നാണ് വിളിക്കുക. ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ടാണ് നിങ്ങൾ ഇതിനെ എടുക്കുന്നത് എങ്കിൽ നമ്മൾ ഇതിനെ RS സീരീസ് റെസിസ്റ്റർ കോമ്പിനേഷൻ, ഇതിൻ്റെ ഇഫക്റ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ R പാരലൽ RP എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് R1, ഇത് R2. ഇവിടെയും അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്നു. ഇത് R1, ഇത് R2. ഇവിടെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഇഫക്റ്റീവ് ആണെങ്കിൽ RS, ഇതിൻ്റെ ഇഫക്റ്റീവ് ആണെങ്കിൽ RP. ഇനി നോക്കുക, ഇവിടെ നിന്ന് നിങ്ങളിങ്ങനെ കണക്ഷൻ കൊടുത്തേക്കാണ്. ഒരു കറണ്ട് വേണം ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴുകി ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്നത് ഒരു കറണ്ടായിരിക്കും. എന്നാൽ നമുക്കറിയാം V = RI എന്നതാണ് ഇതിൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ. അപ്പോൾ ഓരോന്നിനും ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് വ്യത്യാസമുള്ളത് കൊണ്ട് കറണ്ട് സെയിം ആണെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവും. അതായത് ഇവിടെ V1 V2 എന്ന് നമ്മൾ എഴുതും, പക്ഷേ I എന്ന് തന്നെ സെയിം കറണ്ടാണ് എഴുതുക. ആശയം മനസ്സിലായില്ലേ? അപ്പോൾ ഇൻ എ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് യു ഹാവ് എ സെയിം കറണ്ട് പാസിങ് ത്രൂ ദം ബട്ട് ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദം. എങ്ങനെയാണ് നമ്മൾ പറയുക? ഇൻ എ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് യു ഹാവ് സെയിം കറണ്ട് പാസിങ് ത്രൂ ദം ആൻഡ് ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദം. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 + V2 ആയിരിക്കും. സോ V = ഈ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് RS × I = R1 × I + R2 × I എന്നെഴുതാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്.
സോ ആർ എസ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയും. അതായത് ഒരു 100 ഓം റെസിസ്റ്ററും ഒരു 50 ഓം റെസിസ്റ്ററും കൂടെ സീരീസ് ആയിട്ട് കണക്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് 150 ഓം റെസിസ്റ്റൻസ് കിട്ടും. അതായത് സീരീസ് കോമ്പിനേഷൻ നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. നൗ വി കം ടു ദിസ് പാരലൽ കോമ്പിനേഷൻ. ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും 2 പാത്ത് കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 ആയിട്ട് പോകും. അപ്പോൾ 2 ആയിട്ട് പോകുമ്പോൾ ഇവിടെ ഒഴുകുന്ന കറണ്ട് I1ഉം ഇവിടെ ഒഴുകുന്ന കറണ്ട് I2 എന്ന് നമുക്ക് എടുക്കാം. ഇനി ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റെസിസ്റ്റൻസ് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കാണ്. സോ അപ്പോൾ ഇതിന് കിട്ടുന്നത് V എന്ന പൊട്ടൻഷ്യലാണ്, ഇതിന് കിട്ടുന്നതും V എന്ന പൊട്ടൻഷ്യലാണ്. അപ്പോൾ എന്താണ് പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത? ഡിഫറെൻറ്റ് കറണ്ട് പാസസ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ബട്ട് ദേ ഹാവ് ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന കറണ്ട് I ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. ഈച്ച് I you can substitute using this equation. So it is V divided by RP is equal to V divided by R1 plus V divided by R2. So you will get 1 by RP is equal to 1 by R1 plus 1 by R2. അപ്പോൾ ഉദാഹരണത്തിന് ഇത് ഒരു 100 ഓമാണ്, ഇത് ഒരു 100 ഓമാന്നിരിക്കട്ടെ. രണ്ടും 100 ഓമാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? 1 by 100 plus 1 by 100, you will get it as 2 by 100. So this is 2 divided by 100 which is 1 by 50. So RP you will get it as 50 ohms. അതായത് 100-നെയും കൂടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 50 ആണ്. എന്ന് വെച്ചാൽ ഈ കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദ റെസിസ്റ്റൻസ്. ഒരു റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോമ്പിനേഷനെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എവിടെയാണോ റെസിസ്റ്റൻസ് കൂടുതലായിട്ടുള്ളത്, ഈ ഇക്വേഷനാണല്ലോ നമ്മൾ ഉപയോഗിക്കുക. എവിടെയാണോ റെസിസ്റ്റൻസ് കൂടുതലായിട്ടുള്ളത് അവിടെ ആയിരിക്കും പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടുതൽ. ദാറ്റ് ഈസ് ഇൻ എ സീരീസ് കോമ്പിനേഷൻ ലാർജസ്റ്റ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അപ്പിയേഴ്സ് അക്രോസ് ദ ലാർജസ്റ്റ് റെസിസ്റ്റർ ആൻഡ് ഹിയർ യു ക്യാൻ സേ ദ ലാർജസ്റ്റ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ സ്മോളസ്റ്റ് റെസിസ്റ്റർ. അപ്പോൾ ഒരു സർക്യൂട്ടിലെ കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ തമ്മിലുള്ള ബന്ധവും അത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളൊരു ആക്ച്വൽ സർക്യൂട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു 10 വോൾട്ടുള്ള ഒരു സെല്ലെടുത്തു. 10 വോൾട്ട് എന്നതിൽ എഴുതിയിട്ടുള്ള ഒരു സെല്ല് നമ്മളെടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു വോൾട്ട്മീറ്റർ വെച്ച് അളന്ന് നോക്കി. ഇങ്ങനെ ഇതാ സെല്ലിനെയാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അളന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി അത് 10 വോൾട്ടാണ്. 10 വോൾട്ടാണെന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ അതിനകത്ത് കറണ്ടൊന്നും എടുക്കുന്നില്ല. ആ സെല്ലിൽ നിന്ന് വെറുതെ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തിയതാണ്. ഇങ്ങനെ കറണ്ടൊന്നും എടുക്കാത്തപ്പോൾ ആ സെല്ലിൻ്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ EMF E എന്നാണ് വിളിക്കുക. So EMF of a cell is the potential difference between the terminals of the cell when no current is drawn from it. ഇനി നമ്മൾ അതിനെ ഒരു റെസിസ്റ്ററുമായി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു റെസിസ്റ്റർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ റെസിസ്റ്റർ R is equal to 10 ohm ആണെന്നിരിക്കട്ടെ. കണക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു. എത്ര ആംപിയർ കറണ്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഒരു കീയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കീ ഉണ്ട്. ഇപ്പോൾ ഈ കീ ഓഫാണ്, സ്വിച്ചാണ്. കീ അല്ല, അത് സ്വിച്ചാണ് ശരിക്കും. അപ്പോൾ ഇപ്പോൾ സ്വിച്ച് ഓഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമ്മീറ്ററിൽ ഒരു റീഡിങ്ങും ഉണ്ടാവില്ല. ഈ വോൾട്ട് മീറ്റർ 10 വോൾട്ട് എന്ന് കാണിക്കും. കാരണം അത് സെല്ലിൻ്റെ ടെർമിനൽസിലേക്കാണല്ലോ കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഈ എല്ലാ പോയിൻറ്റിലുമുള്ള ഇവിടം മുതൽ ഇപ്പോൾ ഇവിടം വരെയാണ് റെസിസ്റ്റൻസ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇത്രയും സ്ഥലത്തും ഒരേ പൊട്ടൻഷ്യലായിരിക്കും. ഓക്കെ, അന്ന് വെച്ചാൽ നിങ്ങൾ ഈ വോൾട്ട് മീറ്റർ കാണിക്കുന്നത് ഈ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സെല്ലിനെ സംബന്ധിച്ച് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസുമാണ്. ആ രീതിയിലാണ് ഞാൻ ഈ വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ 10 വോൾട്ട് കൊടുത്തു. 10 ഓം റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്.
സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്ര കറണ്ട് ഉണ്ടാകുമെന്ന് എനിക്ക് കണക്കാക്കാൻ പറ്റും. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. നോക്കുക. എക്സ്പെക്റ്റഡ് ഐ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് ഇവിടെ 10 വോൾട്ടാണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസും 10 ആണ്. സോ ഐ എം എക്സ്പെക്റ്റിംഗ് 1 ആംപിയർ കറണ്ട്. ആ 1 ആംപിയർ കറണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളൊരു ആക്ച്വൽ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുക, ഈ അമ്മീറ്ററിൽ 1 ആംപിയർ കറണ്ട് മിക്കവാറും ഉണ്ടാവില്ല. എന്തായിരിക്കും കാരണം? ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കറണ്ട് 0.8 ആംപിയർ ആണെന്ന് സങ്കല്പിക്കുക. 1 ആംപിയർ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ 1 ആംപിയർ കിട്ടുന്നില്ലെങ്കിൽ കറണ്ട് കുറഞ്ഞു പോയി. മീൻസ് ദർ ഈസ് സം റെസിസ്റ്റൻസ് വി ആർ നോട്ട് അവെയർ ഓഫ്. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരാൻ സാധ്യതയുള്ളത് ഈ സെല്ലിനകത്താണ്. ആ സെല്ലിനകത്ത് നിങ്ങൾക്കറിയാം അയോണുകളുടെ മൂവ്മെൻറ്റ് മൂലമാണ് കറണ്ട് ഒഴുകുന്നത്. അങ്ങനെ ആ അയോണുകളുടെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന സെല്ലിനകത്തുണ്ടാകുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ എന്നാണ് പറയുക. ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ കറണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് കുറഞ്ഞു പോയത്. അപ്പോൾ ഞാൻ ആ റെസിസ്റ്റൻസിനെ സെല്ലിനകത്തുള്ള റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ കാണിക്കുകയാണ്. സാധാരണ അങ്ങനെയാണ് നമ്മൾ ഡയഗ്രങ്ങളിൽ ചെയ്യാറ്. എന്നിട്ട് ഇത്രയും കാര്യത്തെ ആയിരിക്കും നമ്മൾ സെൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്മോൾ റെസിസ്റ്റൻസ് ഉണ്ട്, സ്മോൾ ആർ ഈസ് ഈക്വൽ ടു, അത് എത്രയാണെന്ന് നമുക്കറിയില്ല, അത് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഈ സർക്യൂട്ടിൽ നമ്മൾ വിചാരിച്ചത് 10 ഓമാണ് ഉണ്ടായിരുന്നതെന്നാണ്. ഇപ്പോൾ കറണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ കറണ്ടിൻ്റെ അളവ്, അതായത് ഇങ്ങനെ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന ആ ഇക്വേഷനിൽ ഐ 0.8ഉം വി 10ഉം കൊടുത്തിട്ട് ആർ നിങ്ങൾ കണ്ടുപിടിക്കുക. ആർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ. 10 ഡിവൈഡഡ് ബൈ 0.8 ദാറ്റ് ഈസ് 12.5 ഓംസ് എന്ന് നിങ്ങൾക്ക് കിട്ടും. 12.5 ഓമാണ് മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ 10 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 2.5 ആണ് ഇത്. സോ ദിസ് ഈസ് 2.5 ഓംസ്. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ 0.8 നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു എഴുതേണ്ടിയിരുന്നത്. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. അപ്പോൾ ഇനി മുതൽ ഒരു ആക്ച്വൽ സർക്യൂട്ടിൽ നിങ്ങൾ ഈ രീതിയിലാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇ എം എഫ് ഡിവൈഡഡ് ബൈ ഐ ആർ പ്ലസ് ആർ. ഇനി അടുത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെ 0.8 ആംപിയർ കറണ്ട് കിട്ടുമ്പോൾ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഈ വോൾട്ട് മീറ്ററിലുണ്ടായിരുന്ന 10 വോൾട്ട് എന്നായിരുന്നു. കാരണം കറണ്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനെ നമ്മൾ ഇ എം എഫ് എന്ന് വിളിച്ചത്. ഇപ്പോൾ കറണ്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾ അളക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കണം, ഈ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ അളക്കാവുന്ന രീതിയിലും റെസിസ്റ്റൻസിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ അളക്കാവുന്ന രീതിയിലുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന റീഡിങ് എത്രയായിരിക്കും എന്നറിയോ? ഇതിലെ ഐ എന്ന കറണ്ട് ഒഴുകുന്നുണ്ട്, 10 ഓം റെസിസ്റ്റൻസ് ആണ് അത്. അപ്പോൾ നിങ്ങൾക്ക് വി ഈസ് ഈക്വൽ ടു ആർ ഐ എന്ന രീതിയിൽ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 8 വോൾട്ട് ആയിരിക്കും. 8 വോൾട്ട് ആയിരിക്കും. ആ 8 വോൾട്ടാണ് ഇതിനകത്ത് കാണിക്കുക. I hope you understood that. That is, before switching on the circuit, this voltmeter was reading 10 volt. That was the EMF. ഇപ്പോൾ ഇത് റീഡ് ചെയ്യുന്നത് 8 വോൾട്ട് എന്നാണ്. അത് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ സെൽ എന്നാണ് വിളിക്കുക. എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ? ഈസ് ദ potential difference between the terminals of the cell when current is drawn from it. So this is with the current drawing from the cell and this is without current being drawn from the cell. അപ്പോൾ അത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെയാണ് ശരിക്കും അത് എഴുതുക. I am rewriting this equation. E is equal to cross multiply ചെയ്യുക. You will get it as IR plus I into small r. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 12 വോൾട്ടാണ്. ഇത് നമ്മൾ പറഞ്ഞ 8 വോൾട്ടാണ്. ആ ഐ ആർ എന്ന് പറയുന്നത് ഡിഫറൻസ് വന്ന 2 വോൾട്ടുമാണ്. അപ്പോൾ ഇത് ഇ എം എഫ്, ഇത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇത് ലോസ്റ്റ് വോൾട്ട് എന്നാണ് നമ്മൾ പറയുക. കാരണം
അത് സെല്ലിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ട വോൾട്ടേജാണ്. അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈ ഇക്വേഷനും നിങ്ങൾ ഓർത്തിരിക്കണം, I × R. I എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്കറിയാം. അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു ഇക്വേഷൻ I × R എന്നാണെങ്കിൽ I am substituting with this, so you will get it as ER divided by R plus R. ഇത് ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട, പക്ഷേ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം കുറച്ചുകൂടെ രസകരമായ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു ടോർച്ച് വീട്ടിൽ വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ പുതിയ ബാറ്ററിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ടോർച്ച് എടുത്ത് ആ ടോർച്ചിൽ അപ്പോൾ അതിൻ്റെ സെല്ലുകൾക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ല, അത് പ്രവർത്തിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നല്ല പ്രകാശമൊക്കെ ഉണ്ടാവും. കുറച്ച് നാൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടും. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഗ്ലോ കുറഞ്ഞു വരും ബൾബിൻ്റെ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഗ്ലോ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഈസ് ഇൻക്രീസിങ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടി വരുന്നതിനനുസരിച്ച് കറണ്ട് കുറഞ്ഞു വരുന്നു, ഗ്ലോ കുറഞ്ഞു വരുന്നു. ആശയം മനസ്സിലായോ? അപ്പോൾ ഒരു ബാറ്ററി നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആകുമ്പോഴാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആകുമ്പോൾ കറണ്ട് 0 ആയിപ്പോയി, ബൾബ് തെളിയില്ല. നിങ്ങൾക്ക് ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ തരുമ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആ കാൽക്കുലേഷനിൽ ഈ രീതിയിൽ ഉൾക്കൊള്ളിക്കണം. അത് ടോട്ടൽ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് അത് വരുന്നതായിട്ട് ഉൾക്കൊള്ളിക്കണം. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ കാര്യത്തെ പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് ഉണ്ടാകുന്ന കറണ്ടിൻ്റെ അളവുകളെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇനിയപ്പോൾ നമ്മൾ ആക്ച്വലായിട്ടൊരു റെസിസ്റ്റൻസ് കോമ്പിനേഷൻ ഉണ്ടാക്കിയതിലെ കറണ്ട് കടത്തിവിടെയാണ്. നോക്കണേ, ഇങ്ങനെ ഞാൻ ഒരു 3 റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തു. എന്നിട്ട് അതിനെ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തു. ഇങ്ങനെ ഈ സെല്ല് 10 വോൾട്ടിൻ്റെ സെല്ലാന്നിരിക്കട്ടെ. ഇത് ഒരു 3 ഓം റെസിസ്റ്റൻസ്, ഇത് 2 ഓം, ഇത് 5 ഓം ആണെന്ന് സങ്കല്പിക്കുക. ഇപ്പം നമുക്കറിയാം 3 × 2 5 5 10 ഓമാണ് ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തോടെ 1 ആംപിയർ കറണ്ടായിരിക്കും ഒഴുകുക. ഇനി നമ്മളിതിനെ പാരലലായിട്ട് വേറെ ഒരു റെസിസ്റ്റൻസിനെ കൂടെ കണക്ട് ചെയ്തു. ഇങ്ങനെ അതിൻ്റെ അളവ് 10 ഓമാന്നിരിക്കട്ടെ. അപ്പോൾ ഇതും പാരലലാണല്ലോ അല്ലേ. 10ഉം 10ഉം പാരലലായിട്ട് വന്നാൽ എന്താ സംഭവിക്കുക? 5 ഓമായി പോവും. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാം. ഇതിനെ ഒറ്റ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. 5 ഓമുള്ള റെസിസ്റ്റൻസ്, സെല്ല് 10 വോൾട്ട്, ഇവിടെ ഒഴുകുന്ന കറണ്ട് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. I = V/R = V10. അപ്പോൾ 2 ആംപിയർ കറണ്ടായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് 2 ആംപിയർ കറണ്ടായിരിക്കും. ആ കറണ്ട് ഇവിടെ എത്തി. ഇപ്പോൾ അതിൻ്റെ ഞാൻ പേര് കൊടുക്കുകയാണ്. A, this is B, this is C, this point is D, this is E, this is F, G, H എന്ന് പേര് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തത്. അപ്പോൾ ഈ 2 ആംപിയർ കറണ്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇനി കറണ്ടിന് 2 പാത്തുകളുണ്ട്. അപ്പോൾ ഇവിടെ 10 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെയും 10 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. രണ്ടിടത്ത് ഒരേ റെസിസ്റ്റൻസ് ആകുമ്പോൾ എന്താ കറണ്ട് ചെയ്യുക? കറണ്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. 1 ആംപിയർ വിൽ ഗോ ദിസ് വേ ആൻഡ് അനദർ 1 ആംപിയർ വിൽ ഗോ ദാറ്റ് വേ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ലോജിക്കിനെ നമ്മൾ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ എന്നാണ് പറയുക. എന്താണ് കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ? മീൻസ് the total current coming to a junction, this is a junction, is equal to the total current going from the junction. Or you can say algebraic sum of currents coming to a junction and algebraic sum of currents going from a junction are equal. അപ്പോൾ അതിനെ നമ്മൾ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ എന്നാണ് പറയാം. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇവിടേക്ക് വരുന്ന ചാർജ് പൂർണ്ണമായും ഒഴുകിപ്പോണം. അതായത് ഈ ലോ എന്ന് പറയുന്നത്, അല്ലെ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, അല്ലെ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്.
ഇനി നോക്ക്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഒഴുകുകയാണ്. അപ്പോൾ ഇവിടെ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും നോക്കിയാൽ നമുക്കറിയാം V = RI എന്ന ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ 3 വോൾട്ട് ഉണ്ടാകും. ഈ എക്കും ബിക്കും ഇടയിലാണ് 3 വോൾട്ട് ഉണ്ടാവുക പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മീൻസ് ഇഫ് യു കണക്ട് എ വോൾട്ട് മീറ്റർ ബിറ്റ്വീൻ A and B, that will read as 3 volt. And here you will get 2 volt and here you will get it as 5 volt. This potential difference is 2 volt. This potential difference is 5 volt. But you remember this, you are connecting it to 10 volt. Means at this point you have 0 volt. Okay. So here and here the potential difference 5 volt ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ 5 വോൾട്ട് ആയിരിക്കും. ശ്രദ്ധിക്കണേ. ഇനി ഇവിടുന്ന് ഇവിടേക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 വോൾട്ടാണ്. ഡിഫറൻസ് 2 വോൾട്ടാണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ശ്രദ്ധിച്ച് പറ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇവിടെ 2 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഇവിടെ 5 വോൾട്ടാണ്. അപ്പോൾ ഇവിടേക്ക് പൊട്ടൻഷ്യൽ കൂടി വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? സിമ്പിൾ, ഇറ്റ് ഈസ് 7 വോൾട്ട്. അപ്പോൾ ഇവിടെയും പൊട്ടൻഷ്യൽ വോൾട്ട് ഡിഫറൻസ് 3 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 10 വോൾട്ടാണ്. അത് നമുക്കറിയാം. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദിസ് 10 വോൾട്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കി പഠിക്കണം. ഇനി നമ്മൾ അടുത്ത രസകരമായൊരു കാര്യം നോക്കിക്കേ. ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പുകളെല്ലാം കൂടെ നമ്മൾ കൂട്ടുക. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 3 വോൾട്ടാണ്, ഇത് 2 വോൾട്ടാണ്, ഇത് 5 വോൾട്ടാണ്. ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണെന്നാണ് നമ്മൾ പറയുക. ഓക്കെ. ഈ ക്ലോസ്ഡ് ലൂപ്പിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ കൂട്ടിയാൽ EMFന് തുല്യമായിരിക്കും. ഈ ആശയത്തെ നമ്മൾ കിർച്ചോഫ് സെക്കൻഡ് റൂൾ എന്നാണ് വിളിക്കുക. ഇത് വേറൊരു രീതിയിലും പറയും. അതാണ് കുറച്ചുകൂടെ എളുപ്പം. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഇത് കേൾക്ക്. ഈ 3 വോൾട്ട് കിട്ടിയത് ഈ റെസിസ്റ്റൻസ് ഇൻറ്റു ഒഴുകുന്ന കറണ്ടാണ്. ഇവിടെ അതെ 3 വോൾട്ട്, ഈ 2 വോൾട്ട് കിട്ടിയത് റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു ക്ലോസ്ഡ് ലൂപ്പിൽ എല്ലാ റെസിസ്റ്റേഴ്സും നോക്കുക. എന്നിട്ട് ഓരോന്നിലൂടെയുള്ള കറണ്ട് നോക്കുക. ആ കറണ്ടും റെസിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് EMF ആയിരിക്കും. അതായത് കിർച്ചോഫ് സെക്കൻഡ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ദി ഓൾജിബ്രൈക് സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ algebraic sum of the EMF in the circuit. ഈ algebraic sum എന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു ഇക്വേഷനായിട്ട് എഴുതാം. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുത്തിട്ട് നിങ്ങൾ കറണ്ടും റെസിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സെല്ലേ ഉള്ളെങ്കിൽ അതിൻ്റെ EMF ആയിരിക്കും. ഒന്നിലധികം സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ EMFൻ്റെ ഓൾജിബ്രൈക് സം ആയിരിക്കും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനും എന്തിൻ്റെ ഇക്വേഷനാണ്? കിർച്ചോഫ് സെക്കൻഡ് റൂളിൻ്റെ ഇക്വേഷനാണ്. അങ്ങനെ ഉണ്ടായേ പറ്റൂ. കാരണം എന്താ വെച്ചാൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡാണ്, അത് എനർജിയാണ്. അതായത് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അല്ലെ കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഈസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി കിർച്ചോഫ് സെക്കൻഡ് റൂള് നമ്മൾ വേറൊരു ലൂപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കുക. ഈ ലൂപ്പ് എടുത്തോ, AFEDCBA. ഈ ലൂപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കുക. ശ്രദ്ധിക്കണേ. ഇവിടെ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിലൂടെ ഒഴുകുന്ന കറണ്ടും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇവിടെയുള്ള റെസിസ്റ്റൻസ് 10 ഓം, അതിലൂടെ ഒഴുകുന്ന കറണ്ട് 1 ആംപിയർ. അപ്പോൾ 1 × 10 പ്ലസ് എഴുതുന്നത് നോക്കണേ. ഇനി ഇവിടെ വരുമ്പം ഇവിടെ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നത്, അതായത് ഇതൊരു ക്ലോക്ക് വൈസ് കറണ്ടാണ് ഈ 1 ആംപിയർ. എന്നാൽ ഈ 1 ആംപിയർ ഈ ലൂപ്പിനെ സംബന്ധിച്ച് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ക്ലോക്ക് വൈസ് കറണ്ടിനെ പോസിറ്റീവായും ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടിനെ നെഗറ്റീവായും എടുക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ബുക്കിൽ ചിലപ്പോൾ തിരിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഡോണ്ട് വറി, വി ടേക്ക് ക്ലോക്ക് വൈസ് കറണ്ട് ആസ് പോസിറ്റീവ്. പ്ലസ് ഇനി ഇവിടെ ഇത് 5 ഓം, അതിനകത്തോടെ ഒഴുകുന്ന കറണ്ട് 1 ആംപിയർ. സോ ഇറ്റ് ഈസ് 5 മൈനസ്, ഞാൻ 1 × 5 എന്നവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളേ, -2 - 3 =
ഇവിടെ EMF ഇല്ല, ഈ ലൂപ്പിൽ EMF ഇല്ല. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി 10 മൈനസ് 10 ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കിർച്ചോഫ് സെക്കൻഡ് റൂൾ എഴുതിയിരിക്കുന്നതാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഇനി നമ്മൾ വേറൊരു റെസിസ്റ്റൻസ് കോമ്പിനേഷൻ ഉപയോഗിക്കുന്നു. നോക്കുക, ഇത് ഉണ്ടാക്കിയത് വീസ്റ്റൺ എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് ഈ കോമ്പിനേഷൻ നമ്മൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്നാണ് വിളിക്കുക. എന്താണ്? വീസ്റ്റൺസ് ബ്രിഡ്ജ്. ഒരു പ്രത്യേക രീതിയിലാണ് ഈ റെസിസ്റ്റൻസ് ഉള്ളത്. രസകരമാണ് അത്. നോക്കുക, ഒന്നാമത്തെ റെസിസ്റ്റൻസ്, രണ്ടാമത്തെ റെസിസ്റ്റൻസ്, മൂന്നാമത്തേത്, നാലാമത്തെ. ഇങ്ങനെ 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. വി യൂഷ്വലി കോൾ ദം ആസ് PQRS എന്നാണ് വിളിക്കുക. അതിനകത്തേക്ക് നമ്മൾ ഇങ്ങനെയാണ് സെല്ല് കണക്ട് ചെയ്യുക. ഇനി രസകരമായ കാര്യം, ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഈ റെസിസ്റ്റൻസിനെ നമ്മൾ G എന്നുമാണ് വിളിക്കുക. V എന്ന പൊട്ടൻഷ്യൽ കൊടുക്കുന്നു, കറണ്ട് I പോകുന്നു. ഇനി ശ്രദ്ധിക്കണേ, ABCD എന്ന് മാർക്ക് ചെയ്യുന്നു ഞാൻ. അപ്പോൾ A എന്ന പോയിന്റിൽ I എത്തുമ്പോൾ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ അനുസരിച്ച് 2ആയിട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ദിസ് ഈസ് I1 ആൻഡ് ദിസ് ഈസ് I2. ഈ കറണ്ട് I1 എന്ന കറണ്ട് ഇവിടെ എത്തുമ്പോൾ അത് I3 എന്ന കറണ്ട് ക്യൂയിലൂടെയും IG എന്ന കറണ്ട് ഈ G എന്ന റെസിസ്റ്റൻസിലൂടെയും പോകും. അപ്പോൾ IG-യും I2-യും കൂടെ ഇവിടെ എത്തുമ്പോൾ അത് I4 ആകും. അങ്ങനെ I3-യും I4-ഉം കൂടെ ഇവിടെ എത്തുമ്പോൾ പഴയ I-യും ആകും. വി അപ്ലൈ കിർച്ചോഫ്സ് സെക്കൻഡ് റൂൾ ഫോർ ദി ലൂപ്പ് ABCA. അപ്പോൾ ABCA എന്ന ലൂപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 റെസിസ്റ്റേഴ്സാണുള്ളത്, PGR. ഇവിടെ സെല്ലുകളൊന്നും ഇല്ല, ഈ ലൂപ്പിൽ സെല്ലുകളൊന്നും ഇല്ല. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, I1 എന്ന കറണ്ട് ക്ലോക്ക് വൈസ് കറണ്ടാണ്, IG ക്ലോക്ക് വൈസ് ആണ്, പക്ഷേ I2 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ കിർച്ചോഫ് സെക്കൻഡ് റൂൾ എഴുതുന്നത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ത്രൂ ദാറ്റ്. സോ P ഇൻറ്റു I1 അത് പ്ലസ് ആയിട്ട് എടുത്തു, പ്ലസ് G ഇൻറ്റു IG. ഇനി ഇത് മൈനസ് ആയിട്ട് എടുക്കുക, മൈനസ് R ഇൻറ്റു I2 ഈസ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് 0 എന്ന് എടുത്തത്? കാരണം ഇതിനകത്ത് EMF സോഴ്സുകളൊന്നും ഇല്ല. ഇനി അടുത്തത് ഞാൻ ഈ ലൂപ്പ് എടുക്കുകയാണ്, BDCB. അതിൽ QSG 3 റെസിസ്റ്റേഴ്സാണ് ഉള്ളത്. I3 ക്ലോക്ക് വൈസ് ആണ്, ബാക്കി രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഐ റൈറ്റ് ഇറ്റ് ആസ് Q ഇൻറ്റു I3 പ്ലസ്, അല്ല മൈനസ് അവിടെ വേണ്ടത്, S ഇൻറ്റു I4 മൈനസ് G ഇൻറ്റു IG ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ കറണ്ട് ബിയിൽ നിന്ന് എത്തിയിട്ട് ഇങ്ങോട്ടൊഴുകി ഇതിൻ്റെ കൂടെ ചേരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. G എന്ന റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് ഇറ്റ്സ് വെരി ട്രിക്കി. ആ കറണ്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ ഒഴുകാം, വേണമെങ്കിൽ അങ്ങോട്ടും ഒഴുകാം, ചിലപ്പോൾ ഒഴുകാതെയും ഇരിക്കാം. അതാണ് രസകരം. ശ്രദ്ധിക്കണേ, അത് എങ്ങോട്ടാണ് ഒഴുകുന്നത് എന്ന് തീരുമാനിക്കുന്നത് ശരിക്കും ബിയിലെയും സിയിലെയും പൊട്ടൻഷ്യലുകളാണ്. ഈ ബിയിലെയും സിയിലെയും പൊട്ടൻഷ്യലിൽ ബി കൂടിയ പൊട്ടൻഷ്യലും സി കുറഞ്ഞ പൊട്ടൻഷ്യലുമാണെങ്കിൽ കറണ്ട് ഇങ്ങോട്ട് ഒഴുകും, ഇപ്പോൾ കാണിച്ചതുപോലെ. ഇനി സി ആണ് കൂടിയ പൊട്ടൻഷ്യൽ ഉള്ളത് എങ്കിൽ കറണ്ട് അങ്ങോട്ട് ഒഴുകും. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിന് സാധ്യതയുണ്ട്. അതായത് ബിയിലെയും സിയിലെയും പൊട്ടൻഷ്യൽ തുല്യമാണെങ്കിൽ ജി എന്ന ഈ റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഒഴുകില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ വരുമ്പോൾ അതിനൊരു പ്രത്യേക കണ്ടീഷനിലാണ് അത് വരിക. അപ്പോൾ നമ്മൾ പറയും ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. എന്താണ്? ബാലൻസ്ഡ് ആണ്. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? VB = VC. അതാണ് ഒരു കണ്ടീഷൻ. അത് പൊട്ടൻഷ്യൽ കണ്ടീഷനാണ്.
ഇനി കറണ്ടിൻ്റെ കണ്ടീഷൻ എന്താണ്? IG 0 ആകുന്നതാണ്. IG = 0 ആകുന്നതിനെ നമ്മൾ വി സേ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്. അപ്പോൾ വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ ഇത് വോൾട്ടേജ് കണ്ടീഷനാണ്, ഇത് കറണ്ട് കണ്ടീഷനാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് ഈ റെസിസ്റ്റൻസുകൾ ഒരു പ്രത്യേക റേഷ്യോ ആകുമ്പോഴാണ്. അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കുക. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റുക? IG 0 ആയിരിക്കും, അതായത് ഇത് 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് P × I1 = ഇതിനെ നമ്മൾ അപ്പുറത്തേക്ക് എടുക്കുന്നു, R × I2 എന്ന് എഴുതാം. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഇതിങ്ങനെ എഴുതിയത്? IG 0 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ബാലൻസ്ഡ് ആണെങ്കിൽ ഇവിടെ ഇത് 0 ആയിരിക്കും, അതായത് Q × I3 = S × I4 എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനി ഈ IG 0 ആണെങ്കിൽ വേറൊരു കണ്ടീഷനും കൂടെ നിങ്ങൾക്ക് എഴുതാം. IG 0 ആണെങ്കിൽ I1 ഉം I3 ഉം ഈക്വൽ ആയിരിക്കുമല്ലോ. സോ ദാറ്റ് ഈസ് I1 = I3. IG വന്ന് ചേരുന്നില്ലെങ്കിൽ I2 ഉം I4 ഉം ഈക്വൽ ആയിരിക്കുമല്ലോ. സോ ഇറ്റ് ഈസ് I2 = I4. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ. ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ എന്താ സംഭവിക്കുക? ഇഫ് ഇറ്റ് ഈസ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്, I1 and I3 are equal, means they cancel out, means you will get it as P/Q = R/S എന്ന് കിട്ടും. ഇതാണ് വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ റെസിസ്റ്റൻസ് കണ്ടീഷൻ ഫോർ ബാലൻസിങ്. അപ്പോൾ ഈ പ്രത്യേക രീതിയിലാണ് വരുന്നത് എങ്കിൽ ഇത് ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ പറയും. ഇതിനകത്തോടെ കറണ്ട് ഒഴുകില്ല. അത് ഭയങ്കര രസമാണല്ലേ? നിങ്ങളൊരു നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കി, പക്ഷേ അതിൻ്റെ നടുക്ക് നിങ്ങൾ വെച്ച റെസിസ്റ്ററിലൂടെ കറണ്ട് ഒഴുകില്ല. ആ ഒരു പ്രത്യേക റെസിസ്റ്റൻസിനെ പ്രകൃതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഈ പറയുന്ന കണ്ടീഷൻസ് വരുമ്പോഴാണ് അത് സംഭവിക്കുക. ഈ വീസ്റ്റേൺസ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് സംവിധാനം ഉണ്ടാക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കി. ഈ നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് P-യും Q-യും R-ഉം S-ഉം 4 റെസിസ്റ്റേഴ്സ് അല്ലേ? P-യും Q-യും R-ഉം 10 ഓമാണെന്ന് സങ്കല്പിക്കുക. PQR 10 ഓമാണ്. S എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ഇനി ശ്രദ്ധിക്കണേ, ഈ ജിയുടെ സ്ഥാനത്ത് നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യാം. ഗാൽവനോമീറ്റർ എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? കറണ്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ P-യും Q-യും R-ഉം S-ഉം കണക്ട് ചെയ്തിട്ട് PQR എല്ലാം 10ആണ്. S എത്രയാണെന്ന് നമുക്കറിയില്ല. എന്നിട്ട് ഈ രീതിയിൽ കണക്ഷൻ കൊടുത്തു. സെല്ലൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലെ കറണ്ട് ഒഴുകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഈ ബ്രിഡ്ജ് ബാലൻസ്ഡായി. ബ്രിഡ്ജ് ബാലൻസ്ഡായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? P/Q = R/S ആണ്. അപ്പോൾ 10/10 = 10/S അപ്പോൾ 10 ആണ്. ആശയം മനസ്സിലായോ? അപ്പം ഇപ്പം അതായത് റെസിസ്റ്റൻസിനെ അളക്കാനുള്ള ഒരു സംവിധാനമായിട്ട് നമ്മളിതിനെ മാറ്റും. അപ്പോൾ ബാലൻസ് ബ്രിഡ്ജുകൾ ഉണ്ടാക്കി റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ആളാണ് വീസ്റ്റൺ. അതുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. അത്തരം ഒരു എക്സാമ്പിളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ റെസിസ്റ്റൻസ് അളക്കുന്ന ഈ സംവിധാനം നമ്മളുടെ ലാബിൽ ഉണ്ട്. അതിന് 1 മീറ്റർ നീളമുള്ള ഒരു റെസിസ്റ്റൻസ് വയറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഉപകരണത്തെ മീറ്റർ ബ്രിഡ്ജ് എന്നാണ് വിളിക്കുക. എന്താണ്? മീറ്റർ ബ്രിഡ്ജ്. അതൊരു വുഡൻ സ്റ്റാൻഡിൽ വെച്ചേക്കുകയാണ്. അതിന് ഇങ്ങനെ ഒരു കണക്ഷൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു കണക്ഷൻ സ്ട്രിപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കണക്ഷൻ സ്ട്രിപ്പ്. ഇത്രയും സാധനങ്ങൾ ഒരു വുഡൻ ബ്രിഡ്ജിൽ ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ഷൻ കൊടുക്കാം. റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള റെസിസ്റ്റൻസ് ഇടാനുള്ള ഒരു സംവിധാനമാണ്. R എന്ന് നമ്മൾ എഴുതുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് അളക്കേണ്ട റെസിസ്റ്റൻസ് ഏത് റെസിസ്റ്റൻസാണ് അളക്കേണ്ടത്? ആ റെസിസ്റ്റൻസ് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതിനെ നമ്മൾ X എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യാം. ആ ഗാൽവനോമീറ്ററിൽ നിന്ന് ഒരു ജോക്കി ഉണ്ട്, ജോക്കി. ആ ജോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യാം. ഈ വയറിൻ്റെ ഇഷ്ടമുള്ള സ്ഥലത്ത് പ്രസ് ചെയ്യാനായിട്ട് പറ്റും.
ഈ വയറിനെ നമ്മൾ എ ബി എന്ന് വിളിക്കുന്നു. വീസ്റ്റേൺസ് ബ്രിഡ്ജിൽ എത്ര റെസിസ്റ്റൻസ് ആണുള്ളത്? 4 റെസിസ്റ്റേഴ്സ് ആ PQRS. So the 4 resistors in meter bridge are the resistance box, unknown resistance, AJ length of the wire and BJ length of the wire. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സെല്ല് കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഇതിനെ വീസ്റ്റേൺസ് ബ്രിഡ്ജുമായിട്ട് കമ്പയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ പിടിക്കുക, ഈ J എന്നുള്ള ഈ പോയിന്റിൽ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഉയർത്തുക. ഇങ്ങനെ ഉയർത്തി കഴിയുമ്പം ആ പ്രത്യേക ഡയമണ്ട് ഷേപ്പിൽ ഇതും വരും. ശരിയല്ലേ? PQRS എന്ന് വന്നോളൂ. ആശയം മനസ്സിലായോ? ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കുക. അത് രസകരമാണ്. നിങ്ങൾ സെല്ല് കണക്ട് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും കറണ്ട് ഒഴുകാൻ തുടങ്ങുന്നു. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ച്വലായിട്ട് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് സെല്ല് കണക്ട് ചെയ്യുന്നു. സെല്ല് കണക്ട് ചെയ്തിട്ട് ഈ ജോക്കിയുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഏതോ ഒരു പ്രത്യേക പൊസിഷനിൽ വരുമ്പോൾ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 ആയിരിക്കും. ആ സമയത്ത് B മുതൽ J വരെയുള്ള ഈ ദൂരത്തെ നമ്മൾ L എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 100 - L ആയിരിക്കും. ശരിയല്ലേ? മൊത്തം 100 സെൻറ്റിമീറ്റേഴ്സ് ആണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ. ഈ ലെങ്തിനെ നമ്മൾ ബാലൻസിങ് ലെങ്ത് എന്നാണ് വിളിക്കുക. എന്താ ബാലൻസിങ് ലെങ്ത് എന്ന് വിളിക്കുന്നത്? ദാറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ പൊട്ടൻഷ്യൽസ് ആർ ബാലൻസിങ് ആൻഡ് കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ ഈസ് 0. അപ്പോൾ നമുക്ക് വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ എഴുതാമല്ലോ. ബാലൻസിങ് കണ്ടീഷൻ എന്തായിരുന്നു? P/Q = R/S എന്നാണ്. P/Q = R/S. ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക്. ഇവിടെ പിയുടെ സ്ഥാനത്ത് R ആണല്ലോ. അപ്പോൾ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് എക്സിന് വേണ്ടി ഇക്വേഷൻ മാറ്റി എഴുതാം. = R × L / 100 - L. ഓക്കെ. ഇവിടെ നമ്മൾ ഈ നീളം മാത്രം എഴുതാൻ കാരണം എന്താ? 100 - L എന്ന് മാത്രം എഴുതാൻ കാരണം എന്താ? റെസിസ്റ്റൻസ് എഴുതാത്തത്. അതിൻ്റെ ആ റെസിസ്റ്റൻസിൻ്റെ അളവ് അതിൻ്റെ ലെങ്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. പൊതുപരീക്ഷയ്ക്കും പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കും ആവശ്യമായ കാര്യമാണ്. ഇനി നമ്മൾ രസകരമായ മറ്റൊരു ഉപകരണത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ സ്റ്റഡി ടേബിളിൻ്റെ മേലെ 2 ആണി അടിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വയർ, റെസിസ്റ്റൻസ് വയർ വലിച്ചു കെട്ടുക. അതിനകത്തേക്ക് നിങ്ങളൊരു സെല്ല് കണക്ഷൻ കൊടുക്കുക. ഇങ്ങനെ ഈ വയറിൻ്റെ നീളം L = ഒരു 100 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ. നിങ്ങൾ കണക്ഷൻ കൊടുക്കുന്ന ഈ സെല്ലിൻ്റെ വോൾട്ടേജ് ഒരു 5 വോൾട്ടും ആയിക്കോട്ടെ. ഇനി അടുത്ത് ചെയ്യുന്ന കാര്യം നോക്കുക. ഞാൻ ഇവിടുന്ന് ഒരു വയറ് കണക്ട് ചെയ്തെടുക്കുന്നു, ഒരു കോപ്പർ വയറ് കണക്ഷൻ കൊടുത്തെടുക്കുന്നു. എന്നിട്ട് അതിനെ ഒരു ബൾബിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് അതിനെ ഞാനൊരു ജോക്കിയിലേക്ക് കണക്ട് ചെയ്ത് കൃത്യം നടുക്ക് ഇവിടെ പിടിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഈ ബൾബ് തെളിയുമോ? ബൾബ് തെളിയുമെന്ന് ചോദിച്ചാൽ ബൾബ് തെളിയും. എന്തുകൊണ്ടാണ് ബൾബ് തെളിയുന്നത്? ബൾബിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിയാലേ ബൾബ് തെളിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു നോക്കുക. ഞാനിവിടെ 5 വോൾട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 0 വോൾട്ടിലും ഇത് 5 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടൻഷ്യൽ കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും കൃത്യം നടുക്കെത്തുന്ന സമയത്ത് 2.5 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ 2.5 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഇവിടേക്കും 2.5 വോൾട്ട് ഉണ്ട്. ഈ 2.5 വോൾട്ടാണ് ആ സെല്ലിന് കിട്ടുന്നത്. ആശയം മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു 50 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള വയറാണല്ലോ ഇത്. ഈ 50 സെൻറ്റിമീറ്റർ നീളമുള്ള വയർ, 50 സെൻറ്റിമീറ്റർ വയർ behaves like a cell of 2.5 volt. It behaves like a cell of 2.5 volt, or you can say every centimeter of this wire, every centimeter behaves like a cell of 5 volt divided by 100. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെല്ലിൻ്റെ EMF ഡിവൈഡഡ് ബൈ L. ഇത്രയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സെല്ല് പോലെ പ്രവർത്തിക്കും ഓരോ സെൻറ്റിമീറ്ററും. നിങ്ങൾ ഈ ജോക്കി ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും, ബൾബ് കൂടുതൽ നന്നായി തെളിയും.
അല്ല ജോക്കി ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, കാരണം കുറച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഈ ബൾബ് മാറ്റിയിട്ട് ഞാനൊരു സെല്ല് കണക്ട് ചെയ്യുകയാണ്. സെല്ല് കണക്ട് ചെയ്തിരിക്കുന്ന രീതി നോക്കണേ. ഇതിൻ്റെ ഈ സെല്ലിൻ്റെ പോസിറ്റീവിലേക്കാണ് ഈ സെല്ലിൻ്റെയും പോസിറ്റീവ് കൊടുത്തത്. ഇവിടെ 2 സെല്ലുകളുള്ളതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ പ്രൈമറി സെൽ എന്നും ദിസ് ഈസ് സെക്കൻഡറി സെൽ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇനി നോക്കുക, ഈ സെക്കൻഡറി സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2.5 വോൾട്ട് ആയിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക നോക്കുക. ഇവിടെ ഉണ്ടാകുന്ന ഈ സിറ്റുവേഷൻ, ഇത് ഞാൻ കണക്ട് ചെയ്ത സെക്കൻഡറി സെല്ല്, ഈ വയറൊരു സെല്ല് പോലെ വർക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞേ, അത് ഇങ്ങനെ, അതും 2.5 വോൾട്ട്. ഞാൻ വരച്ച പടം മനസ്സിലായോ? കൃത്യം നടുക്കാണ് പ്രസ് ചെയ്തേക്കുന്നതെങ്കിൽ ഇത് 2.5 വോൾട്ട് ആണെങ്കിൽ ഈ പീസും 2.5 വോൾട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ ഗാൽവനോമീറ്റർ ഇവിടെയുണ്ട്. ഇനി ഇത് രണ്ടും ഒപ്പോസിങ് EMF ആണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോണിനെ നിങ്ങൾ സങ്കല്പിച്ചാൽ ഇലക്ട്രോണിനെ ഇങ്ങോട്ടും ഒരേപോലെ 2 സെല്ലുകളും വലിച്ചെടുക്കാൻ നോക്കും. അപ്പോൾ ഇലക്ട്രോൺ എങ്ങോട്ടും പോകാൻ പറ്റില്ല, കറണ്ട് ഒഴുകില്ല. അതായത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യില്ല. വി സേ ഇറ്റ് ഈസ് എ നൾ ഡിഫ്ലക്ഷൻ സിറ്റുവേഷൻ. എന്താണ് നൾ ഡിഫ്ലക്ഷൻ സിറ്റുവേഷൻ? ഇനി ഇത് നിങ്ങൾ ഈ 2.5 സംഭവിക്കുന്നത്, വേറൊരു പ്രത്യേക ലെങ്തിലാണ് സംഭവിക്കുന്നത് എന്നിരിക്കട്ടെ, എങ്കിൽ നമ്മൾ അതിനെ ബാലൻസിങ് ലെങ്ത് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ സെക്കൻഡറി EMF സെക്കൻഡറി എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക? ഈസ് ഈക്വൽ ടു ഒരു സെൻറ്റിമീറ്ററിലുണ്ടാകുന്ന EMF ഡ്രോപ്പ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇൻറ്റു L എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു കോൺസ്റ്റൻ്റാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, സെക്കൻഡറി EMF ഈസ് പ്രപ്പോർഷണൽ ടു ദ ബാലൻസിങ് ലെങ്ത് എന്നെഴുതാം. അതായത് ഇവിടെയുള്ള വോൾട്ടേജ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാലൻസിങ് ലെങ്തും കൂടുതലുണ്ടാവും. ഇനി ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. 3 കാര്യങ്ങൾക്കാണ് സാധാരണ ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. ഈ ഉപകരണത്തെ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് പൊട്ടൻഷ്യോമീറ്റർ? നിങ്ങൾ ഈ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ കറണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ഈ സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കണമെങ്കിൽ EMFൻ്റെ ഡെഫിനിഷൻ ഓർക്കുക. EMF of a cell is the potential difference between the terminals of the cell when no current is drawn from that. അപ്പോൾ കറണ്ട് എടുക്കാത്ത ആണ് സത്യത്തിൽ ഈ അളവ് നടക്കുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യോമീറ്ററാണ് EMF അളക്കുന്നതിന് ഏറ്റവും നല്ല ഉപകരണം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ ആശയമാണ് നമ്മളവിടെ ഉപയോഗിക്കുക. പരീക്ഷയ്ക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന് EMF മെഷർമെൻ്റ് ആണ്. അത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ പ്രൈമറി വോൾട്ടേജ് നിങ്ങൾക്കറിയാമെങ്കിൽ, ടോട്ടൽ ലെങ്ത് നിങ്ങൾക്കറിയാമെങ്കിൽ, ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2 സെല്ലുകളുടെ E1 E2 ഇങ്ങനെ 2 സെല്ലുകൾ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് അവയുടെ EMFകളെ കമ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സെല്ലിനെ കണക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് E1 പ്രപ്പോർഷണൽ ടു L1 ഈ ഐഡിയ ഉപയോഗിച്ചിട്ട്. ഇനി രണ്ടാമത്തെ സെല്ലിനെ കണക്ട് ചെയ്യുക, E2 പ്രപ്പോർഷണൽ ടു L2. അപ്പോൾ E1 by E2 വിൽ ബി ഈക്വൽ ടു L1 by L2. അപ്പോൾ EMFകളുടെ റേഷ്യോ നിങ്ങൾക്ക് ബാലൻസിങ് ലെങ്തുകളുടെ റേഷ്യോ ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ സെല്ലിൻ്റെ, ഇവിടെ കണക്ട് ചെയ്യുന്ന സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ആ സെല്ലിൽ നിന്ന് ഒരു റെസിസ്റ്റൻസിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ഒരു സ്വിച്ചും ഉണ്ടാകും അവിടെ. ആദ്യം നമ്മൾ സ്വിച്ച് ഓഫാക്കി വയ്ക്കും. സ്വിച്ച് ഓഫാക്കി വെച്ചാൽ ഈ സെല്ലിൻ്റെ EMF ആയിരിക്കും ഇങ്ങോട്ട് ബാലൻസ് ചെയ്യുക.
ഓക്കെ, കാരണം റെസിസ്റ്റൻസ് ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷനാണ്. അപ്പോൾ ഈ പ്രപ്പോർഷണൽ ടു ഒന്നാമത്തെ ബാലൻസിങ് ലെങ്ത് L1 എന്ന് നമ്മൾ എഴുതുന്നു. ഇനി നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കുന്നുണ്ട്, അതിന് R ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ r ആയിട്ടും എടുക്കുക, ഇങ്ങനെ. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച പടം കൂടെ ഓർക്കണേ മനസ്സിൽ. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെയും കൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ടെർമിനൽസ് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ ദ ടെർമിനൽ പി ഡി ഈസ് ബാലൻസ്ഡ് ഹിയർ. ഓക്കെ, എന്തുകൊണ്ടാണ് ബാലൻസ്ഡ് എന്ന് പറയുന്നതെന്ന് മനസ്സിലായില്ലേ? ഗാൽവനോമീറ്റർ 0 ആകുന്ന കണ്ടീഷൻ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ER ഡിവൈഡഡ് ബൈ R പ്ലസ് R വിച്ച് ഈസ് പ്രപ്പോർഷണൽ ടു L2 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ കണ്ടുപിടിക്കുക. ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? ഐ ഹോപ്പ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് സംവർ ഹിയർ. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് R പ്ലസ് R ഡിവൈഡഡ് ബൈ R. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താണ് ഈസ് ഈക്വൽ ടു L1 ബൈ L2. ബാക്കി ഞാൻ ഇവിടെ എഴുതുകയാണ്. സോ ഇറ്റ് ഈസ് 1 പ്ലസ് സ്മോൾ r ബൈ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു L1 ബൈ L2. ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ സ്മോൾ r ബൈ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു L1 മൈനസ് L2 ഡിവൈഡഡ് ബൈ L2. ഇനി R-നെ ഇങ്ങോട്ട് എടുക്കുക. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇഫ് യു നോ L1 ആൻഡ് L2. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, L1ഉം L2ഉം ഇതിൽ ഏതായിരിക്കും കൂടുതൽ? ഒന്ന് EMF-നെ ബാലൻസ് ചെയ്യുന്നതാണ്, ഒന്ന് ടെർമിനൽ പി ഡിനെ ബാലൻസ് ചെയ്യുന്നതാണ്. EMF-നെ ബാലൻസ് ചെയ്യുന്ന L1 വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ L2. ഈ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ പാഠത്തിൽ നിന്ന് ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് പഠിക്കണം. അതിൻ്റെ ആൻസേഴ്സ് ഏതെങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങളൊരു കമൻറ്റായി രേഖപ്പെടുത്തുക. ഐ വിൽ ഗിവ് യു ദി ആൻസേഴ്സ്. അങ്ങനെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള 100% മാർക്ക് ഉറപ്പാക്കുക. ഇതുപോലെ ബാക്കി ചാപ്റ്ററിൽ നിന്നുള്ള മാർക്കുകളും ഉറപ്പാക്കുക. ബാക്കി നമ്മളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.